ഇപ്പോഴും നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും 10-ാം മണിക്കൂറിലേക്ക് വിലാപയാത്ര കടന്നിട്ടും വേഗത കൈവരിച്ചു എന്ന് പറഞ്ഞിട്ടും അനന്തപുരിയുടെ അതിർത്തി കടന്നിട്ടില്ല വിലാപയാത്ര. ദേശിക്കനാടിന്റെ മണ്ണിലേക്ക് ഇതുവരെ വിലാപയാത്ര എത്തിയിട്ടില്ല ആര്യ. കടക്കൽ വിപ്ലവത്തിന്റെ മണ്ണിലേക്ക്, ഒപ്പം തന്നെ ശൂരനാട് സമരത്തിന്റെ വിപ്ലവത്തിന്റെ മണ്ണിലേക്ക്, കല്ലുമാല സമരത്തിന്റെ മണ്ണിലേക്ക്, ഒപ്പം തന്നെ ചന്ദനത്തോപ്പ് വിപ്ലവത്തിന്റെ മണ്ണിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെയാണ് VS കടന്നു വരുന്നത്. VS പുന്നപ്രയുടെ തേരാളിയാണെങ്കിൽ NSനെ പോലെ മഹാരഥന്മാരായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ പടുത്തുയർത്തിയ പാർട്ടിയുടെ മണ്ണിലേക്ക് ഇവിടെ പല സമരങ്ങൾക്കും പല പാർട്ടി പരിപാടികൾക്കും വന്ന് VS പങ്കാളിയായ നാട്ടിലേക്കാണ് അവസാന യാത്രയ്ക്കായി അദ്ദേഹം ആലപ്പുഴയിലേക്ക് പോകുന്ന സമയത്തെല്ലാം തിരഞ്ഞെടുക്കുന്നത് ദേശീയപാതയായിരുന്നു. പണ്ട് ദേശീയപാത 47 ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ദേശീയപാത 66 ആ പാതയിലൂടെ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ്. എനിക്ക് മറുവശത്ത് പാരിപ്പള്ളി ഭാഗത്ത് ഒരു വലിയ മതിൽ, ഫ്ലൈ ഓവറിൻ്റെ ഒരു വലിയ മതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. എതിർഭാഗത്ത് ഒരു ജനസാഗരം കാണാൻ സാധിക്കുന്നു. VS അച്യുതാനന്ദനെ കാണാൻ മഴയത്ത് നനഞ്ഞു കുളിച്ചു നിൽക്കുകയാണ് ഓരോ പ്രവർത്തകരും. അവർക്ക് അവരുടെ മുന്നിലേക്ക് അവരുടെ പ്രിയ നേതാവ് VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന പ്രിയ നേതാവ് അവസാനമായി കടന്നു വരുമ്പോൾ അവർക്കൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ആ നേതാവിനെ ഒരിക്കൽ കൂടി കാണണം. ആ നേതാവിനെ അവസാനമായി അദ്ദേഹത്തിന് മുന്നിൽ മുഷ്ടി ചുരുട്ടി ലാൽ സലാം പറയണമെന്നുള്ള ഒറ്റ ആഗ്രഹത്തോടു കൂടിയാണ്. കനത്ത മഴയുണ്ട്. ആ മഴയിലും പല ആൾക്കാരും ചില ആൾക്കാർ ചില പ്ലാസ്റ്റിക് കവറുകൾ തലയിൽ ചൂടി, ചില ആൾക്കാർ, ഞാനിപ്പോഴും നിൽക്കുന്നത് നമ്മുടെ 2 സഹാക്കളുടെ കുടയ്ക്ക് കീഴിലാണ്. ചേട്ടാ, എങ്ങനെയാണ് കൊല്ലത്തിന് VS? കൊല്ലത്തിന് VS നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ടവന് വേണ്ടി പ്രവർത്തിച്ച് 17 വയസ്സ് മുതൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാതെ ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ പെരുമഴയത്തും ഞങ്ങളുടെ കാത്തു നിൽക്കുന്നത്. ഞങ്ങൾ 3 മണി മുതൽ ഇവിടെ കാത്തു നിൽക്കുകയാണ്. ഉച്ചയ്ക്ക് 3 മണിക്ക് കാത്തു നിൽക്കുകയാണ്. 12 മണിയാകുന്നു. അതായത് ഇത്രയും സമയത്തോളം കാത്തു നിൽക്കുകയാണ്. സഖാവ് VS ഇവിടേക്ക് എത്തുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. എന്താ ഒരവസ്ഥ? സഖാവിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പൂവും അർപ്പിക്കാനായിട്ട് ഞാൻ നിൽക്കേ. 3 മണിത്തോടെ പൂക്കളുമായി നിൽക്കുന്ന ചില സഹാക്കന്മാരാണ്. അവരുടെ കയ്യിൽ പൂക്കളുണ്ട്. ഈ പൂക്കളൊന്ന് അർപ്പിച്ചാൽ മാത്രം മതി. ആ സഖാവിന് VS അച്യുതാനന്ദന് മുന്നിലേക്ക് ഈ പൂക്കളൊന്ന് അർപ്പിച്ചാൽ മതി എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കാത്തു നിൽക്കുന്ന ആൾക്കാരുണ്ട്. പല സ്ഥലങ്ങളിൽ കടന്നു വന്ന വഴികളിലെല്ലാം തന്നെ ഓരോ സ്ഥലങ്ങളിലും അല്പസമയം മുമ്പ് ഞാൻ കല്ലമ്പലത്തായിരുന്നു ഉണ്ടായിരുന്നത്. കല്ലമ്പലത്ത് ജനസഞ്ചയമായിരുന്നു, ജനസാഗരമായിരുന്നു. അവർക്കൊക്കെ തന്നെ അവരെല്ലാം തന്നെ പറയുന്നത് പത്തനാപുരത്ത് നിന്നുള്ള ചില സഖാക്കളുണ്ട്. പത്തനാപുരത്ത് പട്ടാഴിയിൽ നിന്നുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവർ പറയുന്നത് VS അച്യുതാനന്ദൻ തൻ്റെ മകൻ മരിച്ച സമയത്ത് VS അച്യുതാനന്ദൻ വീട്ടിലേക്ക് വന്നു. അദ്ദേഹം കുറച്ചു നേരം മാത്രമേ VS ഇരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ സമാശ്വസിപ്പിച്ച വാക്കുകൾ, ആ വാക്കുകൾ പങ്കിടുകയായിരുന്നു അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളൊക്കെ തന്നെ പാവപ്പെട്ടവരുടെ നേതാവാണ്, സാധാരണക്കാരൻ്റെ നേതാവാണ്. അതെ, പുന്നപ്രയിൽ നിന്ന് വന്ന, പുന്നപ്ര നൽകിയ, നാടിന് നൽകിയ, ആലപ്പുഴ നാടിന് നൽകിയ ഒരു നേതാവാണ്. സഖാവ് P കൃഷ്ണപിള്ള കണ്ടെത്തിയ, ഇയാൾ കൊള്ളാമെന്ന് പറഞ്ഞ് കണ്ടെത്തിയ, അതിനുശേഷം 5 രൂപ എടുത്ത് കൈ കൊടുത്തിട്ട് നിങ്ങളുടെ ആദ്യ നിയോഗം കുട്ടനാടാണ്. കുട്ടനാട്ടിൽ അസംഘടിതരായിട്ടുള്ള ജന്മിമാരുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന കർഷക തൊഴിലാളികളുണ്ട്. അവരെ സംഘടിപ്പിക്കണം. അവർ അടിയാന്മാരല്ല, അവരാണ് നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്. നമുക്ക് അന്നം തരുന്നത് അവരാണ്. അവരെ സംഘടിപ്പിക്കണം. അവർക്ക് വേണ്ടി നിലകൊള്ളണം എന്ന് പറഞ്ഞ VS അവിടേക്ക് പോകുമ്പോൾ അസംഘടിതരായിരുന്ന ഒരു വലിയ സമൂഹം, ജന്മിമാർ, തമ്പ്രാൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആ അടിയാൻ സമൂഹങ്ങൾ, കർഷക തൊഴിലാളി സമുദായം സമൂഹങ്ങൾ പിന്നീട് സംഘടിത ശക്തിയായി കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വലിയ ശക്തിയായി മാറുന്ന ഒരു കാഴ്ച. വലിയൊരു സംഘാടകനായിരുന്നു VS എന്നുള്ളത് ആ ഒരു പ്രവൃത്തികൾ. കണ്ണനിലേക്ക് മടങ്ങി വരാം. അവിടെ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ കണ്ണന് മഴ പെയ്യാതിരിക്കാൻ, മഴ കൊള്ളാതിരിക്കാൻ ഒരു സഖാവ് കുട നിർത്തിപ്പിടിച്ചിട്ടുണ്ട്. നമുക്ക് കാണാം ഇപ്പോൾ അടുത്ത ഇടത്തേക്ക് വിലാപയാത്ര എത്തുകയാണ്. തിരുവനന്തപുരം ഇപ്പോഴും പിന്നിട്ടിട്ടില്ല എന്ന് നമ്മൾ ഓർക്കണം. ഇനിയുള്ളത് അടുത്തത് പാരിപ്പള്ളിയാണ്. ഇപ്പോൾ കടമ്പാട്ട് കോണത്തേക്ക് VSന്റെ ഭൗതികദേഹവുമായുള്ള വിലാപയാത്ര എത്തി നിൽക്കുകയാണ്. മഴയുണ്ട്. പക്ഷേ ആ മഴയത്തും ഇത്രയെത്ര മനുഷ്യരാണ് VSനെ കാണാൻ, അവരുടെ പ്രിയപ്പെട്ട സഖാവിനെ കാണാൻ. VS എന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന, VS എന്ന മനുഷ്യനിലൂടെ രാഷ്ട്രീയ ബോധ്യം എന്തെന്ന് തിരിച്ചറിഞ്ഞ എത്രയെത്ര ആളുകളാണ് കാത്തു നിൽക്കുന്നത്. മഴയും വെയിലും ഒന്നും ഞങ്ങളുടെ സഖാവിന് മുന്നിൽ ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട്, പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മഴയത്തും അവർ കാത്തിരിക്കുകയാണ്.